സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം, കൃഷി എന്നതിൽ എങ്ങനെയാണോ 22-ാം നൂറ്റാണ്ടിൽ എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ കാര്യം നേടുക എന്ന പഴയ തത്വചിന്ത, പഴയ ദർശനം മാറി എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ ലാഭമുണ്ടാവുക, കൂടുതൽ നന്നാവുക എന്ന പുതിയ ഒരു ദർശനത്തിലേക്ക് 20-ാം നൂറ്റാണ്ടിലെ മസനോബു ഫുക്കുവോക്ക മുന്നോട്ട് വച്ച, മസനോബു ഫുക്കുവോക്ക അവതരിപ്പിച്ച ഒറ്റ വൈക്കോൽ വിപ്ലവത്തിലൂടെ എങ്ങനെ മാറിയെന്നും അതിന് എങ്ങനെ 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര വിപ്ലവമായ പൊതു ആപേക്ഷിക സിദ്ധാന്തം അതിന് കാരണമായി എന്ന് ഞാൻ പറഞ്ഞു. അതേ അവസ്ഥ, അതായത് ചികിത്സ എന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന, അതായത് ബഹുരാഷ്ട്ര കുത്തകകളെ ഏറ്റവും കൂടുതലായിട്ട് ഔഷധ വ്യവസായം എന്നും ചികിത്സാ വ്യവസായം എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഈ ചികിത്സാ സമ്പ്രദായം, ആധുനിക ചികിത്സാ സമ്പ്രദായം എങ്ങനെ മാറുമെന്നും എന്തൊക്കെ മാറ്റങ്ങൾ അതിന് വരാമെന്നും അതിനെന്തൊക്കെ കാരണങ്ങൾ എന്നും ചർച്ച ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് 22-ാം നൂറ്റാണ്ടിലെ ചികിത്സാ സമ്പ്രദായത്തിലുണ്ടാവുന്ന വിപ്ലവം എന്താണ്? എന്താണ് ചികിത്സ? എന്താണ് രോഗങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാവുന്നതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ദുരൂഹമാണ് ഈ ലോകം, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ദുരൂഹമാണ്. ഭൂമിയുടെ കറക്കം, സൂര്യൻ്റെ ചുറ്റുമുള്ള ചുറ്റൽ, കാറ്റ്, മഴ, എല്ലാം സസ്യങ്ങൾ, ജീവൻ എല്ലാം ദുരൂഹമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് ആദ്യമായിട്ട് ഈ ദുരൂഹത മുഴുവൻ ഒരാളിനെ ഏൽപ്പിച്ച്, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് അവൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പല പുതിയ വസ്തുക്കളും കണ്ടെത്താനായി. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉപകരണം അതിനുപയോഗിച്ചത് ഭാഷയാണ്. ഈ ഭാഷ കൊണ്ട് അവന് പല സങ്കല്പങ്ങളും അവതരിപ്പിച്ചു. അതിൽപ്പെട്ടതായിരുന്നു ഒന്ന് ദൈവം. അതൊരു നല്ല ഉത്തരമായിരുന്നു, ശാസ്ത്രീയമായ ഉത്തരമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അന്നത്തെ ശാസ്ത്രീയമായ മനുഷ്യൻ്റെ അവബോധം അനുസരിച്ച് ഏറ്റവും ശരിയായ ഉത്തരമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പല സ്ഥലങ്ങളും അനാവശ്യമായിട്ട് ഇന്നതാണ് എന്ന് ദൈവം പറഞ്ഞു എന്ന ഒരു രീതി മതങ്ങളും അധ്യക്ഷന്മാരും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ
ഈ റിനൈസൻസിന് ശേഷം അതാകെ തകർന്ന് തരിപ്പണമായി നടത്തും. ദൈവവിശ്വാസവും മതവിശ്വാസവും അതൊക്കെ വളരെ കൂടുതൽ ശക്തമായ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒരു സ്ഥാപനവൽക്കരണവും നടത്തിയിരുന്നെങ്കിൽ പോലും അതിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത യുക്തിചിന്തയോടുകൂടി അതിന് പിടിച്ചു പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് ചൂഷണം എന്തായാലും നിലനിർത്തുക എന്നുള്ളത് ഈ ചൂഷകവർഗത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ പാശ്ചാത്യവർഗത്തിൻ്റെ ഒരു സ്വഭാവം. കാരണം അവർക്ക് സ്വന്തം നിലനിൽക്കാനുള്ള വിഭവങ്ങൾ വളരെ പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഉള്ള പ്രദേശങ്ങളിലുള്ള മനുഷ്യരുടെയും ജീവികളുടെയും പരമാവധി കവർന്നെടുക്കുക എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. അതിന് ഏറ്റവും നല്ല തെളിവാണ് അവരുടെ മതങ്ങൾ. കാരണം അവരുടെ മതങ്ങളിലൊക്കെ തന്നെ അവരത് മാത്രം ശരി, മറ്റുള്ളവരതൊക്കെ തെറ്റ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊന്നും മാനുഷികമായ ഒരു പരിഗണനയും കൊടുക്കണമെന്നില്ല, മനുഷ്യാവകാശങ്ങളും അതുകൊണ്ട് തന്നെ ഇല്ല എന്ന ഒരു രീതിയിൽ നടന്നിരുന്ന വെള്ളക്കാരനാണ്, പ്രത്യേകിച്ച് പാശ്ചാത്യരാണ് ലോകം ഒന്നായിട്ട് ഭരിച്ചത്. അതൊരു ഏകദേശം 500 കൊല്ലത്തോളം അവർ ഭരിച്ചതോടുകൂടി തന്നെ അവരുടെ ഹെഗമണി, അവരുടെ ആധിപത്യം ലോകത്തൊന്നായിട്ട് പരന്ന് പിന്നീട് അവരാണ് എല്ലാ സമവാക്യങ്ങളും, ജീവിതത്തിൻ്റെ, ദർശനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ എല്ലാ സമവാക്യങ്ങളും അവരുടെ വകയായിരുന്നു. അങ്ങനെയാണ് അവർ ചെയ്യുന്നതൊക്കെ ശരി, അവരെന്ത് ചെയ്താലും അതൊക്കെ ശരി. ഇപ്പോൾ നിങ്ങൾ അറിയാൻ കാരണട ഒരു 40 കൊല്ലം കൊണ്ട് മാത്രം രണ്ടാം ലോകമഹായുദ്ധത്തിലും ഒന്നാം ലോകമഹായുദ്ധത്തിലും കൊന്ന മനുഷ്യരെക്കാളും കൂടുതൽ മനുഷ്യരെ ഇന്ത്യയിൽ ഏകദേശം 16.5 കോടിയോളം ജനങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യം തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടം കൊന്നു തള്ളി എന്ന വിവരം നിങ്ങൾ അറിയാൻ എനിക്കറിയില്ല. ഇപ്പം അടുത്ത കാലത്ത് ഒരു പുസ്തകത്തിൽ ഉണ്ടായതായിട്ട് യൂട്യൂബിൽ കണ്ടതാണ്. എന്തായാലും അത്രത്തോളം നീചരായ, അത്രത്തോളം ക്രൂരരായ, അത്രത്തോളം പൈശാചികരായ ഈ വിഭാഗത്തെ മഹത്വവൽക്കരിക്കുന്നതായിരുന്നു നമ്മളെ വിദ്യാഭ്യാസ രീതികളൊക്കെ. അതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ മെച്ചം. നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയവർക്കൊക്കെ വെള്ളക്കാരൻ ഓനെന്തായാലും ഭീകരനാണ്, അവനെന്തായാലും ഉന്നതനാണ്, മഹത്തായ ചിന്താഗതിയുള്ളവനാണ് എന്ന രീതി. എന്തായാലും ഞാൻ ഈ ആരോഗ്യത്തിലേക്ക് വരാം. ആരോഗ്യം എന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം രോഗങ്ങളാണ് ചികിത്സക്ക് കാരണമായത്. രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യഥാർത്ഥത്തിൽ മനുഷ്യന് വിഷമമുണ്ടാക്കണം. ഇപ്പോൾ പനി, ചൂടുണ്ടാവും, അപ്പോൾ വിറ വരും, അതേപോലെ തന്നെ ക്ഷീണം വരും, ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ. ഇങ്ങനെ അതായിക്കോട്ടെ, പിമ്പിൾസ് ആയിക്കോട്ടെ, പിന്നെ എന്ത് പ്രതികരണങ്ങളും, ശരീരത്തിൻ്റെ പ്രതികരണങ്ങളും നമുക്ക് രോഗമായിട്ടാണ് തോന്നുന്നത്. ഒരിക്കലും നമ്മൾ അപ്പം അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. രോഗം എന്നത് അതാണ് ചികിത്സ. എങ്ങനെ ആ രോഗത്തിനെ മറികടക്കാം, എങ്ങനെ ജയിക്കാം എന്ന അന്ധവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ചികിത്സയുടെ ആധാരം എന്ന് പറയാവുന്നത്. നേരെ മറിച്ച് ആ ചികിത്സയുടെ നിർവചനം തന്നെ, രോഗത്തിൻ്റെ നിർവചനം തന്നെ അസുഖമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ വെറുപ്പിക്കുന്നത്, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന രീതിയിലാണ്. നേരെ മറിച്ച് രോഗത്തെക്കുറിച്ചിട്ടുള്ള പുതിയ ദർശനം അങ്ങനെയല്ല, പ്രകൃതിയുടെ സൂചനയാണ്. പ്രകൃതിയുടെ തെറ്റുപറ്റാത്ത, കളവല്ലാത്ത ഭാഷയാണ് രോഗങ്ങൾ.
അത് കാരണമായിട്ട് എന്താ കാരണമായിട്ട് കൃത്യമായിട്ട് അലോപ്പതിയിലെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം അത് ചികിത്സാ സമ്പ്രദായത്തിൻ്റെ മുഴുവൻ ഇതാണ് കേട്ടോ. സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയില്ല, വന്നുപെടുന്നു എന്ന് മാത്രം. അതൊരു വിധി പോലെയാണ്. എന്താണ് കാരണം എന്നാണ്, എന്താണ് സംഗതി എന്നൊരു പക്ഷേ അറിയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ ക്ഷീണം വന്നപ്പോൾ അതിന് കാരണം ഷുഗർ കൂടിയതാണ് എന്നത് മനസ്സിലായി. പക്ഷെ അത് എന്തുകൊണ്ട്, അതിനെന്ത് കാരണം എന്നുള്ളത് അറിയില്ല എന്ന് മാത്രം. അപ്പോൾ നേരെ മറിച്ച് ഈ പുതിയ രീതിയിൽ ആ 22-ാം നൂറ്റാണ്ടിലെ അവസ്ഥ എത്തുന്നതോടുകൂടി, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തവും അതേപോലെ തന്നെ ഒറ്റ വൈക്കോൽ വിപ്ലവം കൊണ്ടുവന്ന ദർശനം അനുസരിച്ച് അതിനൊക്കെ അത് പ്രകൃതിയേതരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള പ്രകൃതിയുടെ സൂചനകളാണ്. ഈ പ്രകൃതിയിൽ നിന്ന് വ്യതിയാനം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രകൃതിയുടെ സൂചനകളാണ് രോഗങ്ങൾ. അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇന്നത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ ഇന്നത് വിഷമാവും, അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന സൂചനയും മാത്രമല്ല, അങ്ങനെ ഉണ്ടാവുന്ന ശരീരത്തിൻ്റെ ദൗർബല്യങ്ങളെ തീർക്കാനായിട്ട്, അതിനെ ഒഴിവാക്കാനായിട്ടുള്ള പ്രകൃതിയുടെ തന്നെ ആസൂത്രിതമായ ഒരു പരിപാടി മാത്രമാണ് രോഗം. അപ്പോൾ രോഗങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും അതിൻ്റെ പ്രവൃത്തി നടത്താനായിട്ട് പരമാവധി സഹായിക്കുകയാണ് വേണ്ടത്. നേരെ മറിച്ച് അതിന് പ്രതിവിധിയായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചികിത്സാ സമ്പ്രദായത്തിൽ ഔഷധങ്ങളാണ്. ഈ ഔഷധങ്ങളെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് പോഷകവസ്തുക്കളല്ല. പോഷകവസ്തുക്കളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാൽ ആ രോഗത്തിൻ്റെ ലക്ഷണം മാറുന്നതായിട്ട് ഉള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത്. അത് എത്ര കണ്ട് മാറും എന്നുള്ളതാണ് അതിൽ പരിശോധിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്ലാസിബോ റിസർച്ചിലെ പ്ലാസിബോ ഇഫക്റ്റും മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എന്തൊക്കെ കൂട്ടുകൾ, എന്തൊക്കെ പോഷകങ്ങളല്ലാത്ത വസ്തുക്കളുടെ എന്തൊക്കെ രീതിയിലുള്ള കൂട്ടുകൾ, അനുപാതത്തിലുള്ള പിന്നെ മിക്സ്ചറുകൾ ഒക്കെയാണ് രോഗം മാറ്റുക എന്നാണ് പരിശോധിക്കുന്നത്. നേരെ മറിച്ച് പ്രകൃതിയിൽ അങ്ങനെയല്ല. അല്ലെങ്കിൽ ആധുനിക 22-ാം നൂറ്റാണ്ടിലും അല്ലെങ്കിൽ പിന്നെ സാമാന്യ ആപേക്ഷികത അനുസരിച്ച് എന്തൊക്കെ ചെയ്തിട്ടാണ്, എന്തോ വേണ്ടാത്തത് പ്രകൃതി വിരുദ്ധമായത് ചെയ്തത് കൊണ്ട്, പ്രകൃതിക്ക് അനുസൃതമല്ലാത്തത് ചെയ്തത് കൊണ്ട് ഉണ്ടായതാണ് ഈ രോഗം. അതിനെന്താ വേണ്ടത്? അത് ചെയ്യാതിരിക്കുക. ഉദാഹരണമായിട്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് തൂക്കി കുറേ നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയാൻ തുടങ്ങും. ഈ കടച്ചിൽ മാറാൻ എന്താ വേണ്ടത്? ആ തൂക്കിയ ഭാരം കാരണക്കാരനായ ഭാരത്തെ നമ്മളോട് ഒഴിവാക്കുക. ഇതേപോലെ തന്നെയാണ് ഈ രോഗങ്ങളെ കാണേണ്ടത്. ഉദാഹരണമായിട്ട് പനി വന്നു. പനി വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണോ ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തത് അത് ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് രോഗം മാറുക. അതോടുകൂടി രോഗം അതിൻ്റെ നിയമമനുസരിച്ച്, പ്രകൃതിയുടെ നിയമമനുസരിച്ച് തിരിച്ച് ആരോഗ്യത്തിലേക്കെത്തും. കാരണം എല്ലാ ജീവൻ്റെ പ്രത്യേകതയാണ് എന്ത്? സെൽഫ് റിപ്പയറിങ്, സെൽഫ് ഡെവലപ്പിങ്, സെൽഫ് അഡാപ്റ്റിങ് എന്നുള്ളതൊക്കെ. അതിലുള്ള ഒരു വസ്തുവിനെ ജീവൻ ഉണ്ട്
എന്ന് പറയാൻ തന്നെ കഴിയുള്ളൂ. ഈ ഒരു ഗുണം ജീവനുള്ളത് കൊണ്ട് ആണ് യഥാർത്ഥത്തിൽ ഏതൊരു ഔഷധം ചെയ്താൽ ഒരു നിശ്ചിത ഡോസ് വരെ ഉള്ള ചെയ്താലും ഈ രോഗം മാറാനുള്ള കാരണം ഈ മരുന്നുകൾക്ക് ഒരിക്കലും ശരീരത്തിൻ്റെ ഈ ഗുണം, ജീവൻ്റെ ഈ ഗുണം എന്താണ് ഗുണം? സെൽഫ് റിപ്പയറിങ്, സെൽഫ് ഹീലിംഗ്, സെൽഫ് അഡാപ്റ്റിങ്. ഈ ഗുണങ്ങൾ ഒരിക്കലും ജീവനുള്ളിടത്തോളം കാലം ശരീരത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്ത് മന്ത്രവും മാരണവും പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ രോഗം മാറാനുള്ള സാധ്യത ജീവനുള്ളിടത്തോളം കാലം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം. നേരെ മറിച്ച് ചികിത്സാ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ മുന്നേറ്റങ്ങളും നമ്മൾ ശരീരത്തിൽ പ്രയോഗിക്കുകയാണെന്ന് അർത്ഥം. ഈ ശരീരം ഉണ്ടാക്കിയത് നമ്മളല്ല, അത് പ്രകൃതിയിലുള്ളതാണ്. അതിൽ നമ്മൾ ആധുനികമായ ശാസ്ത്രം എന്തായാലും നല്ലത് തന്നെ, ഉപകരണങ്ങൾ നല്ലത് തന്നെ. അത് മനുഷ്യൻ്റെ കണ്ടെത്തലാണ്. ഈ മനുഷ്യൻ്റെ കണ്ടെത്തലിന് പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുന്നില്ല. അത് ആലോചിക്കാതെ ഈ ചികിത്സ എന്ന ഈ ആസുരമായ ഈ പിശാചിൻ്റെ വേദം ഉപയോഗിക്കുന്നതോടുകൂടി അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള കാശ് അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മറ്റുള്ളവരുടെ പണ്ട് മതങ്ങൾ ചെയ്തിരുന്നത്, ഇന്നും മതങ്ങൾ ചെയ്യുന്നത് ആ രീതിയിലുള്ള പുതിയ ഒരു ചൂഷണ രീതി മാത്രമാണ് ഇതാണ്. നേരെ മറിച്ച് ഈ 22-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന ചികിത്സാ സമ്പ്രദായത്തിന് അതിന് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ താളങ്ങൾ, പ്രകൃതിയെ മനസ്സിലാക്കി അതിനനുസരിച്ച് വിവേകപൂർവം പ്രകൃതിയോടിണങ്ങുക എന്നുള്ളതാണ് രോഗം മാറാൻ ഏറ്റവും ശാസ്ത്രീയമായത് എന്ന നിഗമനത്തിലേക്ക് ആണ് എത്തുക. അപ്പോൾ നമുക്കറിയാം, ഈ പ്രകൃതിയിലുള്ളതാണ് ജീവൻ. ഈ ജീവൻ്റെ പ്രക്രിയ, ജീവനെ ഉണ്ടാക്കാൻ മനുഷ്യൻ്റെ ശാസ്ത്രത്തിന് ഇന്നേ വരെ ആയിട്ടില്ല. ആവും ദപ്പാവും എന്നൊക്കെ ഇവർ പറയാൻ തുടങ്ങിയിട്ട് കുറേ അങ്ങനെയാണെങ്കിൽ പോലും ജീവനില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരം, ജീവനുള്ള ശരീരം ഉണ്ടാക്കാൻ കഴിയുമോ? അതിപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. ജീവൻ ഒക്കെ പറയാൻ തുടങ്ങിയ കുറേ കാലമായി. പക്ഷെ അങ്ങനെ ഈ ജീവൻ്റെ ശരീരം ഉണ്ടാക്കാൻ കഴിയാത്തിടത്തോളം കാലം നമ്മൾ കുറച്ച് വിവേകപൂർവം പ്രകൃതിയോട് ആദരവും ഒരു ബഹുമാനവും ഒരു ഭക്തിയും ഉണ്ടാവുന്നത് നല്ലതാണ്. അതല്ലാതെ അതിനൊന്നായിട്ട് കീറി മുറിച്ചിട്ട് ഒന്നായിട്ട് ശരിയാക്കാം എന്നുള്ളത് വങ്കത്വമാവാനാണ് സാധ്യത. എന്തായാലും ചൂഷണത്തിന് നല്ലൊരു ഉപാധിയാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശരീരത്തിൽ ആകെ ആവശ്യമായത് സാധാരണ അമ്മയുടെ ഭക്ഷണം. ഈ അമ്മയുടെ അമ്മ ഭക്ഷണം കഴിക്കുന്നതോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നത് സൈഗോട്ട്, അച്ഛൻ്റെയും അമ്മയുടെയും ബീജം. ആ ബീജം ഒരു കോശം 2 കോശമാവുന്നു. മൈറ്റോസിസും മയോസിസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുവഴി കൂടി വരിക. അതിന് ആകെ ആവശ്യം, പുറമെ നിന്നുള്ള ആവശ്യം ഈ അമ്മയുടെ ഈ ബിബ്ലിക്കൽ കോഡിലൂടെ, അല്ലെങ്കിൽ അതിനെന്താ പറയുക, അതിന് അമ്മയുടെ ഭക്ഷണം
വഴി ലഭിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അതായത് ഈ ഭക്ഷണം കൊണ്ട് മാത്രമാണ് ശരീരത്തിൽ ഈ മനുഷ്യ ശരീരം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഭക്ഷണത്തിന് പുറമെയുള്ള ഒരു വിഷവസ്തുവും വേണ്ടതില്ല എന്നർത്ഥം. അതായത് ഒരു പാഷാണവും വേണ്ട, പോഷണ വസ്തുക്കൾ മാത്രം മതി. അത് ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതായത് അതിലെ ഓരോ സെല്ലും ഏകദേശം 26 തരം സെല്ലുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് പല സെല്ലുകളും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ച് അതിൻ്റെ വിഭജനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ എല്ലാണെങ്കിലും, എല്ലിൻ്റെ സെല്ലാണെങ്കിലും, ബ്രെയിനിലെ സെല്ലാണെങ്കിലും, നാഡീ ഞരമ്പുകളിലെ സെല്ലാണെങ്കിലും, കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സെല്ലാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായ സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ ഉരുത്തിരിഞ്ഞു വരും. അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ സെല്ലുകളിൽ പല സെല്ലുകളും ഗർഭത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ വളരുള്ളൂ, വികസിക്കുള്ളൂ. പിന്നീട് അതിന് വളർച്ചയില്ല. അങ്ങനത്തെ 3 സെല്ലുകളുണ്ട്. ഒന്ന് നമ്മുടെ നെർവസ് സിസ്റ്റം, 2 നമ്മളെ കണ്ണിലെ റെറ്റിന, 3 സ്ത്രീകൾക്ക് മാത്രമുള്ള അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു. ഈ 3 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും മാറിക്കൊണ്ടേയിരിക്കുന്നത്. ആ മാറ്റത്തിന് അല്ലെങ്കിൽ വിഭജനത്തിന്, ആ വികസനത്തിന് ആകെ ആവശ്യമായത് യഥാർത്ഥത്തിൽ പോഷക വസ്തുക്കൾ മാത്രമാണ്. ഈ പോഷക വസ്തുക്കളുടെ സമതുലിതാവസ്ഥ, അതും യഥാർത്ഥത്തിൽ പോഷക വസ്തുക്കൾ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല, കുറവുണ്ടാവും. ഹിതവും മിതമായ രീതിയിൽ പോഷക വസ്തുക്കൾ. നേരെ മറിച്ച് ഇന്ന് നമ്മൾക്ക് ആക്രാന്താണ്. എത്ര കണ്ട് കൂടുതൽ കിട്ടുന്നോ അത്ര കണ്ട് കൂടുതൽ എന്നുള്ള അതല്ല. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയിലപ്പുറം ആവശ്യമില്ല. പരിധിയിലപ്പുറം കിട്ടിയാൽ അതിനെ പുറന്തള്ളാൻ ശരീരത്തിൻ്റെ ഊർജം, നിലവിലിരിക്കുന്ന ഊർജം, വൈറ്റൽ പവർ നഷ്ടപ്പെടുത്തണം. അതായത് നമ്മൾ കൂടുതൽ 2 പഴം കഴിക്കുന്ന ആവശ്യമുള്ള ഒരു സമയത്ത് 3-മത്തെ ഒരു പഴം കഴിച്ചാൽ അത് ശരീരത്തിൻ്റെ ഊർജ അവസ്ഥ നശിപ്പിക്കുക ചെയ്യുള്ളവർ. അതായത് അതൊരു വിഷം പോലെയാണ്. അതായത് അമിത ഭക്ഷണം എന്നത് ഒരു വിഷം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ശരീര അവയവങ്ങൾ, പലതരം ശരീര അവയവങ്ങൾ ഉണ്ടെങ്കിൽ പോലും വ്യത്യസ്ത സമയത്ത് വ്യത്യസ്തമായ രീതിയിൽ വിഭജനം നടക്കുന്ന പല ശരീര അവയവങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒറിജിൻ ഒന്നാണ്. ഒരേ വസ്തുക്കൾ മാത്രം, പോഷക വസ്തുക്കൾ മാത്രമേ അതിനാവശ്യം, അതും മിതവും ഹിതമായ രീതി. ഹിതമായതും മിതമായതുമായ രീതിയിൽ അതിന് ലഭിച്ചാൽ മാത്രമാണ് അത് ഏറ്റവും ആരോഗ്യത്തോടു കൂടിയിരിക്കും. നേരെ മറിച്ച് ഇന്നത്തെ നമ്മളെ അവസ്ഥയിൽ അങ്ങനെയൊന്നുമല്ല. എന്തോ കൂടുതൽ ഇപ്പോൾ അവർ പറയും ഏറ്റവും മിനിമം ഇത്ര ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അതിരുകളൊന്നുമില്ല. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി കിടക്കുന്നത് വരെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ കാരണം ശരീരത്തിൻ്റെതായ വിശ്രമം വേണം, ഒഴിവ് വേണം. അതുകൊണ്ടാണ് നമ്മൾ തലച്ചോറും ബുദ്ധിയും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം എന്നറിയണം എന്നുള്ളത്. ഈ ഇരിക്കുന്നിടത്തോളം കാലം നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യില്ല. കുറേ കാലത്തേക്ക് ഉറങ്ങാതെ ഇരുന്നു വിചാരിച്ചോളൂ. പല ഈ മർദ്ദന ക്യാമ്പുകളിലും ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്യുക, ആളാകെ തുമ്പില്ലാതാവാൻ. അപ്പോൾ അതേപോലെ യഥാർത്ഥത്തിൽ ഈ വിശ്രമം എന്നത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥക്കും
ആവശ്യമാണ്. ആ വിശ്രമം ഉണ്ടെങ്കിൽ ആ വിശ്രമ സമയത്തായിരിക്കും ശരീരത്തിൻ്റെ ഈ ഊർജം ലാഭിക്കുകയും ആ ഊർജം ഉപയോഗിച്ച് റിപ്പയർ വർക്ക് നടക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മളെ സെല്ലുകൾ മോശമായ സെല്ലുകൾ കോശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത വിഭജനത്തിൽ ആ കോശങ്ങളുടെ വിഭജനം കൂടുതൽ ശരിയായ കൂടുതൽ നല്ല ആരോഗ്യമുള്ള കോശങ്ങളിലേക്ക് മാറാൻ എന്താ വേണ്ടത് വെച്ചാൽ പരമാവധി വിശ്രമം, ഊർജം ലഭിക്കുക എന്നുള്ളത്. ആ ഊർജം ലഭിക്കാൻ പരമാവധി ദഹനത്തിനും മറ്റ് കാര്യത്തിനും ഊർജം ചെലവാക്കാതിരിക്കുന്നു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ, അതായത് ഒരുതരം കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ളതാണ് ആധുനിക 22ാം നൂറ്റാണ്ടിൽ ഉണ്ടാവാൻ പോകുന്ന ചികിത്സാ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം. അതായത് ഇത് ഫിസിക്സാണ് അല്ലെങ്കിൽ കെമിസ്ട്രിയാണ്. അതനുസരിച്ച് ഈ കൺസർവേഷൻ ഓഫ് എനർജി, നമ്മളെ ശരീരത്തിലുണ്ടാവുന്ന ഉപയോഗിക്കുന്ന എനർജികളിൽ പരമാവധി നമ്മൾ പുറമെന്ന് കൊടുക്കുന്ന, നമ്മൾ അതിന് ടാക്സ് ചെയ്യുന്ന നമ്മളുടെ പ്രവർത്തനം കൊണ്ട് എത്ര കണ്ട് എനർജി അതിന് ചിലവാക്കേണ്ടി വരുന്നു ആ എനർജി പരമാവധി കുറക്കും. നമുക്ക് ശ്വാസം എടുക്കുക എന്നുള്ള അത് എനർജി കുറക്കാനും കൂട്ടാനും കഴിയും. നേരെ മറിച്ച് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിപൂർവം വിവേകപൂർവം നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതുവഴി എനർജി കുറേ നമുക്ക് ലാഭിക്കാൻ കഴിയും. ഈ ലാഭിക്കാൻ കഴിയുന്ന എനർജിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആരോഗ്യ പുനഃസ്ഥാപനത്തിനായിട്ട് ശരീരം ഉപയോഗിക്കുന്നത്. ഈ പുതിയ അറിവ് ഉണ്ടാവാനുള്ള കാരണം യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന പഴയ തത്വശാസ്ത്രം മാറ്റി എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന പുതിയ ദർശനം, മസ്നോബു ഫുക്കുയുടെ ഒറ്റ വൈക്കോൽ വിപ്ലവത്തിൻ്റെ ദർശനം. അതിൽ നിന്ന് എന്തൊക്കെ ചെയ്തിട്ടാണ് ചെയ്താലാണ് രോഗം മാറുക എന്ന ആസുര അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഫിസിക്സിലെ ദർശനത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് നമ്മളെ രോഗം മാറുക എന്ന പുതിയ ദർശനത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തും. അങ്ങനെ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ രോഗങ്ങളെ നമ്മളെ പിടിയിലൊതുങ്ങുകയും ഈ രോഗത്തിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. അതായത് ഏതൊരു വസ്തുവിൻ്റെയും ഏതൊരു സംവിധാനത്തിലും ഇൻപുട്ട് എന്താണോ അതാണ് ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത്. ഒരു സംവിധാനം, ഒരു രീതി, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, അതിലേക്ക് എന്തൊക്കെയാണ് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നത്, ആ വസ്തുക്കളുടെ നിലവാരമനുസരിച്ചാണ് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് നമ്മളെ ശരീരത്തെ ഒരു പ്രോസസ്സിങ് യൂണിറ്റായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് എത്ര കണ്ട് നല്ല വസ്തുക്കൾ എടുക്കുന്നു, അത് മിതമായും ഹിതമായിട്ടും എടുക്കുന്നു, അതിനനുസരിച്ചാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അതായത് ഈ രോഗങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് ശുദ്ധവായു, വായുവായിട്ടും വെള്ളമായിട്ടും ഭക്ഷണമായിട്ടും. ഈ വായുവും വെള്ളവും നമുക്ക് ഒരു വലിയ പരിധിയിലൊപ്പം മാറ്റാൻ കഴിയില്ല, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല, അത് പൊതുവായിട്ടുള്ളതാണ്. നേരെ മറിച്ച് ഭക്ഷണം എന്നതിൽ നമുക്ക് നല്ല ഒരു സെലക്ഷൻ നടത്താവുന്നതാണ്. അത് എത്ര കണ്ട് ബുദ്ധിപൂർവം വിവേകപൂർവം അതിനെ നമുക്ക് നിയന്ത്രിക്കാമോ അതിനനുസരിച്ച് യഥാർത്ഥത്തിൽ നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ വരും എന്നതാണ്
നമുക്ക് പറയാനുള്ളത്. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ആദ്യമായിട്ട് അതിലേക്ക് മനുഷ്യൻ പ്രത്യേകിച്ച് ശാസ്ത്രം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതിന് തെളിവാണ് 2016 ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ യോഷിനോരി ഒയ്സൂമി എന്ന ശാസ്ത്രജ്ഞന് കിട്ടിയ നൊബേൽ പ്രൈസ്. എന്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്? ഓട്ടോഫാഗി എന്ന അദ്ദേഹത്തിൻ്റെ പുതിയ, അതായത് ഫിസിയോളജിയിലും മെഡിസിനിലും അദ്ദേഹത്തിന് കിട്ടിയ നൊബേൽ പ്രൈസിന് കാരണം അദ്ദേഹം ഓട്ടോഫാഗി എന്ന ഇത് കണ്ടെത്തിയത്. ഓട്ടോഫാഗി എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളെ ഉപവാസം. അതായത് നമ്മൾ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാതിരുന്നാൽ നമ്മളെ ശരീരം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ ഫാറ്റിന് നമ്മളെ ശരീരത്തിൽ ഇതിൻ്റെ മുമ്പ് കഴിച്ച ആഹാരത്തിന് വേണ്ടാത്തത് കൂടുതലുള്ളതൊക്കെ പിന്നെ ഫാറ്റായിട്ട് സംഭരിച്ചു വെച്ചിട്ടുണ്ടാകും. ഈ ഫാറ്റ് രണ്ടാമത് തിരിച്ചെടുത്ത് അത് നമ്മളെ ജീവിക്കാനുള്ള ഊർജമാക്കി ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൻ്റെ രോഗങ്ങളൊക്കെ മാറ്റാൻ അതിന് കഴിയും എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ അത് ഒരിക്കലും നമ്മളെ ഇന്നത്തെ അലോപ്പതി വൈദ്യം, ആസുര ചികിത്സാ വിഭാഗങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. കാരണം എന്താ? ഈ ഉപവസിക്കാൻ ഒരു ചിലവില്ലല്ലോ. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക വേണ്ടുള്ളൂ. ഈ ഒന്നും ചെയ്യാതിരിച്ചാൽ കൂടുതൽ ആരോഗ്യത്തിലേക്ക് വരും എന്നാണ്. അതിപ്പോൾ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യോഷിനോരി ഒയ്സൂമിയുടെ പിന്നെ കണ്ടെത്തൽ. നിങ്ങൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ഓട്ടോഫാഗി നൊബേൽ പ്രൈസ് ഓട്ടോഫാഗി എന്നടിച്ചാൽ നിങ്ങളെ യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിൽ കിട്ടും. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. പിന്നെ രണ്ടാമത്തതൊന്ന് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ തന്നെ ഡോക്ടർ എബ്രഹാം ഇവിടെ എറണാകുളത്തുള്ള, ഇപ്പോൾ ഇത്ര കാലം ലണ്ടനിലായിരുന്നു, വലിയ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ PA എബ്രഹാം, അദ്ദേഹം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി പണ്ടത്തെ ബുദ്ധ സന്യാസിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ അവരിപ്പോഴും എന്നും അവർ ഉപയോഗിച്ചിരുന്നത് 12 മണി വരെ മാത്രം ആഹാരം കഴിക്കും. 12 മണി വരെ ആഹാരം കഴിക്കുന്നതുകൊണ്ട് 12 മണിക്ക് ശേഷം ഉച്ചക്ക്, അതായത് സൂര്യൻ നെറുകയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കില്ല. പിന്നെ ആഹാരം കഴിക്കുക പിറ്റത്തെ ദിവസം നേരം വെളുത്തിട്ടാണ്. ഏകദേശം 10-20 മണിക്കൂറുകളോളം അവർക്ക് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാൻ കഴിയും. ഇതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഉത്തരോത്തരം ആരോഗ്യത്തിലേക്ക് നിങ്ങൾ കുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. എല്ലാ രോഗങ്ങളും, ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗങ്ങളും മാറാൻ ഹിതവും മിതവുമായ രീതിയിൽ രാവിലെ 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെ ആഹാരം കഴിക്കുക. ബാക്കിയുള്ള സമയത്ത് കഴിയുന്നത് ആഹാരം ഒഴിവാക്കുക എന്ന പരിപാടി ചെയ്താൽ മതി. ഇനി ആഹാരം നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. വിശപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമാണ്. കാരണം വിശപ്പ് എന്നത് നമ്മുടെ ഒരു ബയോറിതം അല്ലെങ്കിൽ ജൈവതാളം അനുസരിച്ച് ആ നേരത്ത് കിട്ടിയില്ലെങ്കിൽ വിശക്കാൻ തുടങ്ങും. അത് നമ്മളെ ഒരു രീതിയാണ്, നമ്മളെ ഹാബിറ്റാണ്. അത് മാറാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആദ്യമൊക്കെ നിങ്ങൾ ആഹാരം കുറച്ച് കൊണ്ടുവരിക, കഴിയുന്നത്ര നാച്ചുറലായിട്ടുള്ള ആഹാരം കഴിക്കുക. അത് ഈ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രകൃതി നേരിട്ട് തരുന്ന ഏത് ആഹാരം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം കഴിക്കാം. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ,
പിന്നെ തേന് പോലുള്ള പ്രകൃതിയിൽ നിന്ന് ഒന്നും കൂട്ടിച്ചേർക്കാതെ കഴിക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ കഴിക്കാം. അതൊക്കെ നാച്ചുറൽ ഫുഡാണ്. നേരെ മറിച്ച് നമ്മൾ ഉപ്പ് ചേർത്തത്, മുളക് ചേർത്തത്, മറ്റെന്തെങ്കിലും ചേർത്തത് ഒക്കെ ആണെങ്കിൽ അതൊക്കെ പ്രോസസ്ഡ് ഫുഡാണ്, പാചകം ചെയ്തത്. അല്ലെങ്കിൽ അപ്പോൾ അത് ആദ്യം അത് ഒഴിവാക്കുക ഉച്ചയ്ക്ക് ശേഷമുള്ളത്. പിന്നീട് അത് കുറച്ച് ഒന്ന് പരമാവധി ഇല്ലാതാക്കിയാൽ നിങ്ങളെ രോഗം മാറാൻ അതിലും വലിയ ഒന്നും ഉണ്ടാവില്ല എന്ന്. അതായത് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ ആരോഗ്യം ഉണ്ടാവുക. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പലതും അപകടമാണ് എന്ന ബോധം രണ്ടാമത് തിരിച്ചു വരും. അപ്പോൾ ഈ ബഹുരാഷ്ട്ര കുത്തകകളുടെ ചൂഷണപർവം, ചൂഷണ രീതികൾ, ചൂഷണം ഇല്ലാതാവും. അത് ഇല്ലാതാവണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഈ പാശ്ചാത്യ ലോബിയുടെ, അതായത് പഴയ നാറ്റോ ശക്തികളുടെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ, കോളനിവൽക്കരിച്ച യൂറോപ്യൻ രാജ്യങ്ങളുടെ ഹെഗമണി അല്ലെങ്കിൽ ആധിപത്യം ഇല്ലാതാവണം. അത് ഇല്ലാതാവാനുള്ള ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ട് ഈ യൂറോപ്യൻ ആധിപത്യത്തിൻ്റെയും യൂറോപ്യൻ ചൂഷണപർവത്തിൻ്റെയും അവസാനമായിരിക്കുമെന്നും 25-ാം നൂറ്റാണ്ടോടുകൂടി മനുഷ്യൻ കൂടുതൽ ശാസ്ത്രീയമായും ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുക എന്ന രീതി അശാസ്ത്രീയമാണെന്നും അബദ്ധമാണെന്നും പ്രാകൃതമാണെന്നും ബോധ്യമാവുകയും അതൊക്കെ തന്നെ ഒരു അന്ധവിശ്വാസവും അനാചാരവുമായി കണക്കാക്കുന്ന ലോകം വരുമെന്നും ആ കാലത്ത് മനുഷ്യൻ ഇങ്ങനെ അവൻ്റെ ചികിത്സാ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും ആണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപകാരപ്പെടുക നമ്മൾ പ്രകൃതിയാണ് ശരി, പ്രകൃതിയാണ് ശരി, ദൈവമാണ് ശരി. ദൈവം എന്ന് പറഞ്ഞാൽ എന്തു പേര് പറഞ്ഞു. നേരെ മറിച്ച് മനുഷ്യനുണ്ടാക്കിയ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് പ്രകൃതിയേതരമാണെന്നും അത് നമ്മൾ പ്രകൃതിയെ തോൽപ്പിച്ചു എന്ന് നമുക്ക് അഹങ്കരിക്കാമെങ്കിൽ പോലും അതിന് തിരിച്ചടികൾ ഉണ്ടാവും. ആ തിരിച്ചടികൾ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ തടുക്കാനോ പറ്റാത്തതാകുമെന്ന ദീർഘദർശനം ചെയ്ത ജർമ്മൻ സാമൂഹ്യശാസ്ത്രജ്ഞനായിരുന്ന ഫ്രെഡറിക് ഏംഗൽസിൻ്റെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. അടുത്ത ഇതിൽ ഓരോ രോഗത്തെക്കുറിച്ചിട്ടും, ഈ താരൻ മുതൽ മുഖക്കുരു മുതൽ ഈ വായനാറ്റം മുതൽ എല്ലാ പനി, ജലദോഷം, ആസ്തമ പോലുള്ള വയറിളക്കം, ഛർദി, ഈ രോഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്താലാണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ശാസ്ത്രീയമായി ആരോഗ്യ പുനഃസ്ഥാപനം നടക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് രോഗത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ ഇടണം എന്ന് അപേക്ഷിക്കുന്നു. മാത്രമല്ല, ആ രോഗം എനിക്ക് വലിയ വിവരമൊന്നുമില്ല. ഞാൻ ഫിസിക്സാണ് പഠിച്ചത്, അതായത് ഭൗതികശാസ്ത്രമാണ് പഠിച്ചത്. അത് വെച്ചിട്ട് മനുഷ്യൻ്റെ അതേ ബയോളജിയും ഇപ്പോൾ കുറേശ്ശൊക്കെ അറിയാമെങ്കിൽ പോലും മെഡിസിനായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പക്ഷേ എൻ്റെ ഈ 35 വർഷത്തെ അനുഭവങ്ങൾ കൊണ്ട്, 35 വർഷമായിട്ട് ഞാൻ
പ്രകൃതിയോട് പരമാവധി ഇണങ്ങി ഇൻപുട്ട് പരമാവധി നാച്ചുറലാക്കി ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അതിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ പറയാൻ തയ്യാറാണ്. എന്തായാലും മാറ്റങ്ങൾ വളരെ കൂടുതലാണെന്നും ഈ ഔഷധങ്ങൾക്ക് ഒന്നും അതൊക്കെ പാഷാണങ്ങളായ ഔഷധങ്ങൾക്ക് ഒരിക്കലും ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നും അത് ചികിത്സാ ചൂഷക വർഗത്തിൻ്റെ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ മെഡിക്കൽ സയൻസിൻ്റെ ഒരു അന്ധവിശ്വാസവും അനാചാരവും ചൂഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമവുമാണെന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. ഇത് ശരിയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും.